നമസ്കാരം. ഞങ്ങളുടെ വെബ് സീരീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ മീഡിയയ്ക്ക് എല്ലാവർക്കും താങ്ക്സ്. പറഞ്ഞതുപോലെ ഹോട്ട്സ്റ്റാറിൻ്റെ 3ാമത്തെ സീരീസാണ്. അപ്പം ഹോട്ട്സ്റ്റാറുമായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് ഞാൻ തമിഴിലൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ 2ാമത്തെ വെബ് സീരീസാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ യൂഷ്വലി കാണുന്ന OTT പ്ലാറ്റ്ഫോംസുമായിട്ടൊക്കെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒരു ഏറ്റവും സ്ട്രീമിംഗ് കൂടുതലുള്ള പ്ലാറ്റ്ഫോംസാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളുടേതായിട്ടൊരു സീരീസ് വരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഈ സീരീസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അപ്പം അവർ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിന് ശേഷം എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ താങ്ക്സ്. നമ്മുടെ ചെറിയ വെബ് സീരീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും നമ്മളോട് സഹായിച്ച് വർക്ക് ചെയ്തതിന്. ഞാനിതിന് മുന്നേ പ്രവീൺ ചേട്ടനോട് വേറെ സിനിമ ചെയ്യാനിരുന്നതായിരുന്നു. ദീപ് ചേട്ടനും കൂടെ എൻ്റെ ഒരു 3ാമത്തെ അസോസിയേഷനാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇതിന് മുന്നേ E4ൻ്റെ കൂടെയും എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് പടം Love 24/7 പ്രൊഡ്യൂസ് ചെയ്യുന്നത് E4 ആണ്. അപ്പോൾ അങ്ങനെ 4th ലാസ്റ്റ് ഇയർ ഹിറ്റായിരുന്നു. അപ്പം അവരുടെ കൂടെയുള്ളൊരു ഫർദർ അസോസിയേഷനും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ആൾക്കാരിലേക്ക് റീച്ച് ആവുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ശൂര്യട്ടൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ഷൂട്ടിങ്ങും അതിന്റെ ഐഡിയ കൊണ്ട് തന്നെ എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരുന്നു. അതിനും ഈ പറഞ്ഞ സർക്കാസം സ്വഭാവമുണ്ട്. 2 ഇപ്പോൾ വിജയരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹ്യൂമർ ചെയ്യാന്ന് പറയുന്ന ഒരു തിൻ ലൈനാണ്. അത് അങ്ങോട്ട് പോയാൽ ചടിയാവും, ഇങ്ങോട്ട് പോയാൽ കറക്റ്റാവും. അപ്പോൾ ഹ്യൂമർ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുക, അത് സാഹചര്യത്തിനനുസരിച്ച് വരുന്ന ഹ്യൂമർ ചെയ്യുക, അതിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ആളുകളെ ഷൂട്ട് ചെയ്യുമ്പം നല്ല രസമായിരുന്നു. കാരണം ഞാൻ വരുമ്പോഴത്തേക്കും സണ്ണിയുടെ എൻട്രിയൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടാണ് എൻ്റെ റിയാക്ഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സണ്ണി അത് ഭയങ്കര രസമായിട്ട് ചെയ്തത് കൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മനസ്സിൽ കണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ അതേപോലെ ഡിസ്കസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പുതുമ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കതൊരു സീനായിട്ട് ഷൂട്ട് ചെയ്യുന്നത് അഭിനയിക്കുന്നു എന്നുള്ളൊരു കമ്മിറ്റ് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഹ്യൂമർ ഞാൻ ചെയ്തിട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞിട്ട് വേണം ആരെങ്കിലും പറയാൻ എൻ്റെ ഹ്യൂമർ കറക്റ്റായിട്ട് എന്നുള്ളത്. അപ്പോൾ ആ തിങ്കളതിനെ പറ്റി ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.